നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 7. മക്കളെ, നമ്മുടെ ഈ ഏകകം സ്വാസ്ഥ്യം ജീവനം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചോ സ്വാസ്ഥ്യം എങ്ങനെയാണ് ഉണ്ടാവുക പഠിച്ചത്. സ്വാസ്ഥ്യത്തിന് സുഖമായ അവസ്ഥയാണല്ലോ സ്വാസ്ഥ്യം. അതിന് അന്നം അത്യന്തം അപേക്ഷിതം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. എന്നിട്ട് ചർച്ചയൊക്കെ നടത്താൻ പറഞ്ഞിരുന്നു അല്ലേ. ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് അന്നത്തിന് ഒരു പ്രമുഖമായ സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ നല്ല അന്നം കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നെല്ലാം നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഇനി ഏകകം ഇവിടെ സ്വാസ്ഥ്യം ജീവനം എന്നാണ്. മനസഃ ശരീരസ്യ ച ആരോഗ്യായ ഭക്ഷണം അതീവ പ്രധാനം ഭവതി. സുരഭി രുചികരം ച ഭോജനം ആഹ്ലാദകരം ഏവ. തഥാ ശുദ്ധം പോഷകസമൃദ്ധം ച ഭോജനം ആരോഗ്യായ അനിവാര്യമേവ. വിവിധഃ ക്രീഡാഃ വ്യായാമശ്ച ആരോഗ്യവർദ്ധകാഃ ഭവന്തി. തൃതീയസ്മിൻ ഏകകേ അന്നം ആരോഗ്യായ ഹോക്കി ചേതി ദ്വൗ പാഠൗ സ്തഃ. അപ്പോൾ സ്വാസ്ഥ്യം സുഖമായ അവസ്ഥ നമുക്കുണ്ടാവണമെങ്കിൽ അതിന് അന്നത്തിന്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് മുഖ്യവും പ്രധാനവുമായ ഒരു സ്ഥാനമുണ്ട്. ആ അന്നത്തെ ആശ്രയിച്ചാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഏകകം സ്വാസ്ഥ്യം ജീവനം എന്നാണ്. ഒന്ന് നോക്കട്ടെ. മനസഃ ശരീരസ്യ ച ആരോഗ്യായ, മനസ്സിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് ഭക്ഷണം അതീവ പ്രധാനം ഭവതി. ഭക്ഷണം അതിപ്രധാനമായ സ്ഥാനം വഹിക്കുന്നുണ്ട്. സുരഭി രുചികരം ച ഭോജനം ആഹ്ലാദകരമേവ. അവിടെ ആഹ്ലാദകരമേവ എന്ന് പിരിക്കുമ്പോൾ ആഹ്ലാദകരം ഏവ. സുരഭി നല്ല സുഗന്ധമുള്ള, നല്ല ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ നല്ല വാസന എല്ലായിടത്തും പരക്കുക. അത് കേൾക്കുമ്പോൾ നമുക്ക് എവിടെ അന്നം നല്ലത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ സുരഭിയായിട്ടുള്ളതും അതേപോലെ തന്നെ രുചികരം, പലതും ചേർത്ത് നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഭോജനം ആഹ്ലാദകരമേവ. പിരിക്കുമ്പോൾ ആഹ്ലാദകരം മകാരം എഴുതിയിട്ട് ഒരു തോണ്ടലിടുക. ആഹ്ലാദകരം ഏവ മേ ആഹ്ലാദകരമേവ. തഥാ ശുദ്ധം പോഷകസമൃദ്ധം ച ഭോജനം. അപ്രകാരം തന്നെ ശുദ്ധവും പോഷകസമൃദ്ധവുമായ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. പോഷകസമൃദ്ധമായ ഭോജനം ആരോഗ്യായ അനിവാര്യമേവ. ആരോഗ്യത്തിന്, രോഗമില്ലാത്ത അവസ്ഥയാണല്ലോ ആരോഗ്യം. ആ ആരോഗ്യത്തിന് അനിവാര്യമേവ, അത് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. വിവിധാഃ ക്രീഡാഃ വ്യായാമശ്ച ആരോഗ്യവർദ്ധകാഃ ഭവന്തി. പിന്നെ ഭക്ഷണം നല്ലത് കഴിക്കുക, പിന്നെ വിവിധാഃ ക്രീഡാഃ പലതരം കളികൾ, വ്യായാമാശ്ച അതാണ് വ്യായാമാശ്ച ആരോഗ്യവർദ്ധകാഃ ഭവന്തി. പലതരം ക്രീഡകൾ, ഇതും വ്യായാമം, ഇതും തന്നെ ആരോഗ്യവർദ്ധകം ആണ്. തൃതീയസ്മിൻ ഏകകേ, ഇത് 3ാമത്തെ ഏകകമാണ്. അതിൽ അന്നം ആരോഗ്യായ ഹോക്കി ചേതി ദ്വൗ പാഠോ സ്തഃ. അതിൽ അന്നം ആരോഗ്യായ അന്നം, ആരോഗ്യത്തിന് അന്നത്തിൻ്റെ പ്രാധാന്യം എന്നും ഹോക്കി എന്നും 2 പാഠങ്ങളാണ് ഉള്ളത്. ബാക്കി ഭാഗം നോക്കാം. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ഹോക്കി അല്ലേ. ഇനി നോക്കാം. സപ്തമഃ പാഠഃ അന്നം ആരോഗ്യായ. അന്നം ആരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യായ അന്നം, ആരോഗ്യത്തിന് വേണ്ടി അന്നത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ സപ്തമഃ പാഠഃ, സപ്തമൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. സപ്തമഃ പാഠഃ 7ാമത്തെ പാഠം അല്ലെങ്കിൽ പാഠം 7. അന്നം ആരോഗ്യായ, അന്നം ആരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി അന്നം നന്നായാൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഒരു ശ്ലോകം പഠിത്വാ തസ്യ ആശയം അധികൃത്യ ചർച്ചാം കരോതു. ഈ ശ്ലോകം ഒന്ന് വായിക്കാം.
പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോ ന കദാചന. പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോ ന കദാചന. ഇതിൻ്റെ അർത്ഥം നോക്കാം. പാനീയം അതായത് കുടിക്കുന്ന, നമ്മൾ കുടിക്കാൻ ഉള്ള പലതും ഉപയോഗിക്കാറുണ്ടല്ലോ. വെള്ളം മാത്രമല്ല, പിന്നെയും പലതും നമ്മൾ കുടിക്കാൻ വേണ്ടി എടുക്കും അല്ലേ. ആ പാനീയവും ഇതേപോലെ സലിലം, നമ്മുടെ ശുദ്ധമായ വെള്ളം, ചൈവ ചൈവ എന്ന് പിരിക്കും. അവിടെ രണ്ട് വാക്കുണ്ട് മക്കളെ, ച ഏവ, അത് രണ്ടും കൂടെ ചേരുമ്പോൾ ഐ എന്ന് വരുന്നു. ചൈവ പ്രാണവായുശ്ച പ്രാണവായു ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോ ന കദാചന. അപ്പോൾ പാനീയം സലിലം പ്രാണവായു ഭോജനം ശുദ്ധം, ഇതെല്ലാം ശുദ്ധമായിരുന്നാൽ ഇതെല്ലാം സ്വാസ്ഥ്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മാത്രമേ സ്വാസ്ഥ്യം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതിന് സന്ദേഹ കഥാചന തന്നെ, ഒരു സന്ദേഹവും ഒരു സംശയവും ഈ കാര്യത്തിന്. അത് കൂടുതൽ വിശദീകരിക്കാം ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത്. ജീവനായ അത്യന്തം അപേക്ഷിതം ഭവതി ഭോജനം. ജീവനത്തിന് വേണ്ടി, ജീവിതത്തിന് അത്യന്തം അപേക്ഷിതം ഭവതി ഭോജനം. ഭോജ്യം മനഃ ശരീരയോ സൗഖ്യായ സന്തോഷായ ച കൽപ്പന്തേ. ആരോഗ്യ സംരക്ഷണേ ആഹാരസ്യ പ്രഥമം പ്രധാനം ച സ്ഥാനം വർത്തതെ. ഛാന്ദോഗ്യോപനിഷദഃ സ്വീകൃത ഏക കഥ ഭോജനസ്യ പ്രാധാന്യം സൂചയതി. ഉദ്ദാലകമഹർഷേः പുത്രः ഭവതി ശ്വേതകേതു. 12 വർഷം യാവത് ഗുരുകുലെ വിദ്യാഭ്യാസം സമാപ്യ സഹ പിതുः സമീപം പ്രത്യാഗച്ഛതി. ദീർഘകാലാനന്തരം സമാഗതം പുത്രം വീക്ഷ്യ സന്തുഷ്ടः ഉദ്ദാലകः കുശലപ്രശ്നാനന്തരം തം അപൃച്ഛത്. ആ ഭാഗം ഒരു തവണ കൂടി കേൾക്കാം. ജീവനായ അത്യന്തം അപേക്ഷിതം ഭവതി ഭോജനം. ജീവിക്കുവാൻ വളരെയധികം ആവശ്യമുള്ള ഒരു വസ്തുവാണ് എന്ത്? ഭോജനം. ഭോജ്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. മനഃ ശരീരയോ സൗഖ്യായ, മനസ്സും അതേപോലെ തന്നെ ശരീരവും അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും സന്തോഷമായ ചവർത്തതെ, മനസ്സിനും ഇഷ്ടപ്പെടണം ശരീരത്തിനും പറ്റണം, അങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം. സൗഖ്യായ സന്തോഷായ ച കൽപ്പന്തേ, അത് സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടി ആയിരിക്കണം. ആരോഗ്യ സംരക്ഷണത്തിൽ ആഹാരസ്യ പ്രഥമം പ്രധാനം ച സ്ഥാനം വർത്തതെ. ആരോഗ്യ സംരക്ഷണത്തിന് ഈ ആഹാരത്തിന് പ്രഥമവും പ്രധാനവുമായ ഒരു സ്ഥാനം ഉണ്ട്. ഛാന്ദോഗ്യോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്ത് ഗ്രന്ഥം. ആ ഛാന്ദോഗ്യ ഉപനിഷത്തിൽ നിന്ന് സ്വീകൃത ഏഷ കഥ, സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു കഥ ഭോജനസ്യ പ്രാധാന്യം സൂചയതി, ഭോജനത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം സൂചയതി, സൂചിപ്പിക്കുന്നു. കഥ തുടങ്ങാണ്. ഉദ്ദാളക മഹർഷേഹേ പുത്രഃ ഭവതി ശ്വേതകേതു. ലാന്നും പറയാം ലാന്നും പറയാം. ഉദ്ദാലക മഹർഷേഹേ പുത്രഃ ഭവതി ശ്വേതകേതു. 12 വർഷം, അതായത് ഉദ്ദാലക മഹർഷിയുടെ പുത്രനാണ് ശ്വേതകേതു. 12 വർഷം യാവത്, 12 വർഷം വരെ ഗുരുകുലെ വിദ്യാഭ്യാസം സമാപ്യ, ഗുരുകുലത്തിൽ വെച്ച് വിദ്യാഭ്യാസമെല്ലാം സമാപിപ്പിച്ചിട്ട് 12 വർഷം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം പിതുഹു സമീപം പ്രത്യാഗച്ഛതി, അച്ഛൻ്റെ സമീപത്തേക്ക് തിരിച്ചു വരികയാണ്. ദീർഘകാലാനന്തരം 12 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടി വീട്ടിലെത്തുന്നത്. അങ്ങനെ ആ ദീർഘകാലത്തിന് ശേഷം സമാഗതം പുത്രം വീക്ഷ്യ, ആഗതനായ വന്നിട്ടുള്ള തൻ്റെ പുത്രനെ വീക്ഷ്യ കണ്ടിട്ട് സന്തുഷ്ട ഉദ്ദാലക, സന്തോഷവാനായ ഉദ്ദാലക മഹർഷി കുശലപ്രശ്ന അനന്തരം, കുശലങ്ങളൊക്കെ ചോദിച്ചു ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പ്രശ്നാനന്തരം തം അപൃച്ഛത്, അവനോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? പുത്ര ശ്വേതകേതോ ഗുരോഹ സകാശാത് കിം അപഠഃ വേദാൻ തഥാ ശാസ്ത്രാണി ച സമ്യക് അപഠം. എന്താ കുട്ടിയോട് അച്ഛൻ ചോദിക്കുന്നത്?
ഉദ്ദാലക മഹർഷി ശ്വേതകേതുവിനോട് എന്താ ചോദിക്കുന്നത്? പുത്ര, മോനെ ശ്വേതകേതോ ഗുരോഹ സകാശ കിം കിം അപടഹ, ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് നീ എന്തെല്ലാം പഠിച്ചു? വേദാൻ തഥാ ശാസ്ത്രാണി ച സമ്യക് അപഠം, ഞാൻ വേദങ്ങളും പഠിച്ചു, ശാസ്ത്രങ്ങളും വളരെ നന്നായി ഞാൻ പഠിച്ചു എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അസ്തോ, ആവട്ടെ. പുത്ര സൗമ്യ, നല്ല മോനെ, അല്ലെ അച്ഛൻ്റെ പൊന്നു മോനെ എന്നൊക്കെ പറയില്ലേ, സൗമ്യ, അന്നസ്യ പ്രാധാന്യം അധികൃത്യ പഠിതം വാ, നീ അന്നത്തിൻ്റെ പ്രാധാന്യം, ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അസ്തു പുത്ര സൗമ്യ, അന്നസ്യ പ്രാധാന്യം അധികൃത്യ പഠിതം വാ തദധികൃത്യ ജ്ഞാതുമിച്ഛാമി. അപ്പോൾ അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, അസ്തു ആവട്ടെ പുത്ര സൗമ്യ, നല്ല മോനെ, കുഞ്ഞുവാവേന്നൊക്കെ പറയില്ലേ, അന്നസ്യ പ്രാധാന്യം അധികൃത്യ പഠിതം വാ, നീ അന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചോവോ? തദധികൃത്യ ജ്ഞാതുമിച്ഛാമി. ഇല്ല അച്ഛ, അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുത്രസ്യ ജിജ്ഞാസയാ ഉദ്ദാലകഃ തം ബോധയിതും അഭിലഷതി. പുത്രനൊരു ജിജ്ഞാസ ഉണ്ട്, പുത്രനൊരു അറിയാനുള്ള ആഗ്രഹമുണ്ട്. അത് കണ്ടിട്ട് അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ, ജ്ഞാതുമിച്ഛ ജിജ്ഞാസ എന്നാണ് പറയാം. ഉദ്ദാലകഃ തദ് ബോധയിതും അഭിലഷതി, അതൊന്ന് കുട്ടിയെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചു. പുത്ര ഗച്ഛ, മോനെ നീ പോകൂ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. 15 ദിനാനി യാവത് ത്വം നിരാഹാരോ ഭവ യഥേഷ്ടം ജലം പിബ. മോനെ നീ പോയിട്ട് എന്ത് ചെയ്യണം? 15 ദിനാനി, ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് വിട്ട് നിൽക്കുക. 15 ദിനം, 15 ദിവസം. യാവത് ത്വം നിരാഹാരോ ഭവ, നീ ആഹാരം ഒന്നും കഴിക്കാതെ നിരാഹാരനായിട്ടിരിക്കണം. യഥേഷ്ടം ജലം പിബ, വെള്ളം ധാരാളം കുടിച്ചോളൂ. താതാ ഏവമസ്തു, അച്ഛ അങ്ങനെ ആയിക്കോട്ടെ. 15 ദിനാനി ഉപവാസം കൃത്വ ക്ഷീണഃ ശ്വേതകേതു പിതുഃ സമീപം പ്രത്യാഗച്ഛതി. താതാ അഹമാഗതഃ വത്സ ഗുരോ കിം അധീതം തതു വദ. ഭോ പിതഃ അഹം നിതരാം ശ്രാന്തഃ പഠിതം സർവം ന സ്മരാമി. അത്രയും ഭാഗം നോക്കാം. 15 ദിനാനി, 15 ദിവസം ഉപവാസം കൃത്വ, ഉപവാസിച്ചിട്ട് ആഹാരമൊന്നും ഇല്ലാതെ കഴിഞ്ഞിട്ട്, ക്ഷീണഃ ശ്വേതകേതു, ക്ഷീണിതനായ ശ്വേതകേതു, പിതുഃ സമീപം പ്രത്യാഗച്ഛതി, അച്ഛന് സമീപത്തേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ കുട്ടി അച്ഛനോട് പറയാണ്, താതാ അഹം ആഗതഃ, അച്ഛ ഞാൻ വന്നിട്ടുണ്ട്. വത്സ ഗുരോഹോ കിം അധീതം തതു വദ, നീ പോയിട്ട് കുറച്ച് ദിവസമായല്ലോ, നിന്റെ ഗുരുവിൽ നിന്ന് എന്തു പഠിച്ചു? തതു വദ, അതൊന്ന് പറയൂ. ഭോ പിതഃ അഹം നിതരാം ശ്രാന്ത, എൻ്റെ അച്ഛ എനിക്ക് വല്ലാത്ത ക്ഷീണം. അഹം നിതരാം ശ്രാന്ത, എനിക്ക് ക്ഷീണിതനാണ് ഞാൻ. പഠിതം സർവം ന സ്മരാമി, എനിക്ക് പലതും ഞാൻ പഠിച്ചു, പക്ഷെ പഠിച്ചതൊന്നും തന്നെ ഞാൻ ഓർക്കുന്നില്ല. ഏവം ചെയ്ത് ഇതാനും ഗച്ഛ, എന്നാൽ നീ ഇപ്പോൾ പോകൂ. അന്നം ഭുങ്ക്ത്വ വിശ്രമം കുരു, അന്നം ഭക്ഷിച്ചിട്ട് വിശ്രമിക്കൂ എന്ന് പറയണം. ഭക്ഷണം കഴിക്കൂ, അതിനുശേഷം അല്പം വിശ്രമിക്കൂ. ഭോജനസ്യ വിശ്രമസ്യ ച അനന്തരം പിതരം സമേത്യ ശ്വേതകേതു പഠിതം സർവം വദതി. പുത്ര അധുന പഠിതം സർവം കഥം സ്മരസി? ഭോജനാനന്തരം മേ ആരോഗ്യം ലബ്ധം, തഥാ സർവം സ്മരാമി. ഭോജനസ്യ വിശ്രമസ്യ ച അനന്തരം, ഭോജനം കഴിച്ച് വിശ്രമിച്ച് അതിനുശേഷം പിതരം സമേത്യ ശ്വേതകേതു, അച്ഛനെ സമീപിച്ചിട്ട് ശ്വേതകേതു പഠിതം സർവം വദതി, പഠിച്ചതെല്ലാം പറഞ്ഞു കൊടുത്തു. പുത്ര അധുന പഠിതം സർവം കഥം സ്മരസി? ഇപ്പോൾ പഠിച്ചതൊക്കെ നിനക്ക് എങ്ങനെ ഓർമ്മ വന്നു? ഭോജനാനന്തരം, എനിക്ക് ക്ഷീണിതനായിട്ടാണല്ലോ ഞാൻ പോയത്. ഭോജനാനന്തരം, ഭക്ഷണത്തിന് ശേഷം മേ ആരോഗ്യം ലബ്ധം, എനിക്കൊരു ആരോഗ്യമുണ്ടായി, എനിക്കൊരു ഉണർവുണ്ടായി, ഞാൻ ആകെ നല്ല ഒരു എല്ലാ വളരെ സന്തുഷ്ടനായി, കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. തത് സർവം സ്മരാമി, എല്ലാം ഞാനിപ്പോൾ ഓർക്കുന്നു. വത്സ ത്വയാ ഉക്തം സത്യമേവ, വത്സ ത്വയാ ഉക്തം സത്യമേവ, അന്നം വിന ശരീരസ്യ നാശോ ഭവതി,
ശരീരെ മനസി ച ക്ഷീണോ ബുദ്ധീന പ്രവർത്തതെ. പിതഃ അന്നം ആരോഗ്യായ അനിവാര്യം ഇത് സമ്യക് അവഗതം. ഭാഗം ഒന്നുകൂടെ പറയട്ടെ. വത്സ, മോനെ, കുട്ടി, ത്വയാ ഉക്തം സത്യമേവ. അത് നീ പറഞ്ഞത് വളരെ ശരിയാണ്. അന്നമില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു കാര്യവും ഭക്ഷിച്ചില്ലെങ്കിൽ ക്ഷീണം ബാധിക്കും. ക്ഷീണം ബാധിച്ചാൽ നമുക്കൊരു ഉണർവുണ്ടാവില്ല, ഒരു കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവില്ല. നീ പറഞ്ഞതെല്ലാം വളരെ ശരി തന്നെ. അന്നം വിനാ ഭക്ഷണം വിനാ, ഭക്ഷണമില്ലെങ്കിൽ, ജലമില്ലെങ്കിൽ, വിദ്യാം വിനാ വിദ്യയില്ലെങ്കിൽ, വിദ്യയില്ലെങ്കിൽ ശരീരത്തിന് നാശമെന്നല്ല, അന്നം വിന ശരീരസ്യ നാശോ ഭവതി. അന്നമില്ലെങ്കിൽ ശരീരം നശിക്കും. ശരീരേ മനസ്സി ച ക്ഷീണോ ബുദ്ധിന പ്രവർത്തതേ. ശരീരേ മനസ്സി ച ക്ഷീണ, ശരീരവും മനസ്സും ക്ഷീണിച്ചാൽ ബുദ്ധിഹീന പ്രവർത്തതേ, ബുദ്ധി പ്രവർത്തിക്കുകയില്ല. പിതഃ അന്നം ആരോഗ്യായ അനിവാര്യം ഇത് സമ്യക് അവഗതം. ഞാനൊരു കാര്യം നല്ലവണ്ണം പഠിച്ചു വച്ചാൽ ഈ അന്നം ആരോഗ്യായ അനിവാര്യം, അന്നം ആരോഗ്യായ, നമ്മൾ പറഞ്ഞ ആരോഗ്യായ അന്നം, ആരോഗ്യായ അന്നം അനിവാര്യമേവ, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന്. പദച്ഛേദം. പ്രധാനം ച പ്രധാനം ച പിരിക്കുമ്പോൾ പ്രധാനം ച, പ്രത്യാഗച്ഛതി പ്രതി സത്യമേവ സത്യമേവ, ഏവമസ്തു ഏവമസ്തു, ആരോഗ്യ സംരക്ഷണേ വിഗ്രഹം, ആരോഗ്യസ്യ സംരക്ഷണം, തസ്മിൻ ആരോഗ്യ സംരക്ഷണേ, ഭോജനാനന്തരം ഭോജനസ്യ അനന്തരം. പഠന പ്രവർത്തനങ്ങൾ. വിവിധാനി ഭക്ഷണാനി അധികൃത്യ ചർച്ചാം കരോതു. ഭക്ഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. സൂചനകൾ: പോഷകസമൃദ്ധം, ഭക്ഷണ വൈവിധ്യം, ഹിതം മിതം ച, ഭക്ഷണശുചിത്വം, ഭക്ഷണശീലം. ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. ശബ്ദകോശം പഠിത്വ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ ലിഖതു. പദങ്ങളുടെ അർത്ഥപുസ്തകത്തിൽ എഴുതുക. ഇത് അന്നം, ഭക്ഷണം, അസ്തോ, ഭവതോ, ഇതുപോലെ എല്ലാ പദങ്ങളുടെയും അർത്ഥം എഴുതുക. ഭോജനം ആരോഗ്യായ ഇതി വിഷയം അധികൃത്യ ലഘു ടിപ്പണി ലിഖതു. ഭോജനം ആരോഗ്യായ ഭോജനം, ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഭോജനം അത്യന്താപേക്ഷിതമാണ്. ഇത് വിഷയം അധികൃത്യ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. അതിൻ്റെ സൂചനകൾ: ജീവനെ, ഭോജനം, ആരോഗ്യ സംരക്ഷണേ, ശരീരസ്യ എന്നെല്ലാം പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു വാക്യം ഇവിടെ ഉണ്ട്. യഥാപ്രകാരം എന്ന് വെച്ചാൽ, ജീവനെ ഭക്ഷണം അനിവാര്യം ഭവതി, ആരോഗ്യായ പോഷകസമൃദ്ധം ആഹാരം ആവശ്യകം ഭവതി, ഭോജനം വിനാ ക്ഷീണഃ വർദ്ധതേ, ക്ഷീണിതഃ നരഃ കിമപി ന സ്മരതി, ഭക്ഷണാനന്തരം ബുദ്ധി അതീവ പ്രസന്നം ഭവതി, തഥാ സർവമപി സ്മരതി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എഴുതന്നെ. പിന്നെ പാഠഭാഗം പഠിക്കുക. സംഭാഷണം കക്ഷ്യായാം അവതാരയതു. ആ ഉദ്ദാലകൻ്റെയും അച്ഛൻ്റെയും മകൻ്റെയും, ഉദ്ദാലകൻ്റെയും ശ്വേതകേതുവിൻ്റെയും സംഭാഷണം നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ചെറിയ ചെറിയ സംഭാഷണമാക്കിയിട്ട്. പാഠം പഠിക്കുക. ലട്ട് ലോട്ട് രൂപാണി ലിഖത. ലട്ട് ഒരു ഭാഗത്ത്, ലട്ട് ഒരു ഭാഗത്ത്, ലോട്ട്. ലട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം. പഠിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു. പഠതി, ഹസതി, നമതി, ക്രീഡതി, ചരതി, വദതി, ഇതൊക്കെ ലട്ടാണ്. അത് ലോട്ടിൽ പറയുമ്പോൾ അതിൻ്റെ ഇവിടെ പഠതി എന്നല്ല ഉള്ളത്, ഇവിടെ ഗച്ഛസി എന്നാണുള്ളത്. അതേപോലെയുള്ള വാക്കെടുത്താൽ മതി. നമുക്ക് ഗച്ഛസി എന്ന് പറയുമ്പോൾ അത് മധ്യമ പുരുഷ ഏകവചനാണ്. ഗച്ഛസി. അത് ലോട്ടിൽ പറയുമ്പോൾ ഗച്ഛ, ഗച്ഛസി ഗച്ഛ, പഠസി പഠ, നമസി നമ, ലിഖസി ലിഖ, വദസി വദ എന്നൊക്കെ ഉണ്ട് എഴുതിയാൽ മതി. വിവിധാനി ഭക്ഷണാനി അധികൃത്യ ചർച്ചാമകരോത്. ഭക്ഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. നൂതന പദാന അർത്ഥം ടിപ്പണി പുസ്തകെ അലിഖത്. അത് ചെയ്തതാണ്. ലഘു ടിപ്പണി അലിഖത്. പാഠം സംഭാഷണ രൂപേണ അവതാരേ. ലട്ട് ലോട്ട് ച രൂപാണി അവതത് അലിഖത്. പദകോശം അനുബന്ധം. വത് പദകോശമല്ല, അനുബന്ധം. വത് ധാതു പരസ്മൈപതി ലോട്ട്. അതിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന് 3 വചനങ്ങളുണ്ട്.
പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്ന് 3 പുരുഷൻ ഉണ്ട്. പ്രഥമ പുരുഷനിൽ സഹ, സാ, രാമഹ, സീത എന്നിങ്ങനെയുള്ള എല്ലാ വാക്കുകളും പ്രഥമ പുരുഷനിൽ വരും. മധ്യമ പുരുഷനിൽ 3 വാക്ക് മാത്രമേ വരുള്ളൂ. ത്വം എന്നത് ഏകവചനം, യുവം എന്നത് ദ്വിവചനം, യൂയം എന്നത് ബഹുവചനം. അതേപോലെ ഉത്തമ പുരുഷനിൽ 3 വാക്ക് മാത്രമേ വരുള്ളൂ. അഹം, ആവാം, വയം. അവയൊക്കെ കർത്താവാകുമ്പോൾ ക്രിയ എങ്ങനെ ലോട്ടിൽ വരും. ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിധി, ഒരു കാര്യം കൽപ്പിക്കുക, ആശിസ്സുകൾ നേരെ, അനുഗ്രഹങ്ങൾ കൊടുക്കുക, പ്രാർത്ഥിക്കുക, ആ അർത്ഥത്തിലൊക്കെ ലോട്ട് ഉപയോഗിക്കും. അതിൽ പ്രഥമ പുരുഷനിൽ വദതു വദദാ വദതാം വദന്തു, മധ്യമ പുരുഷൻ വദ വദദാ വദതം വദദാ, ഉത്തമ പുരുഷൻ വദാനി വദാവ വദാമ. അടുത്തത് നമ്മൾ വനശബ്ദത്തിൻ്റെ 7 വിഭക്തി പഠിച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് അക്ഷരങ്ങൾ രണ്ടെണ്ണം കൂടി എന്ന് മാത്രമേ ഉള്ളൂ. ഭോജനം എന്നാണ് വാക്ക്. അത് എൻ്റെ 7 വിഭക്തിയിലും എങ്ങനെ പറയും നോക്ക്, ഇവിടെ നോക്ക്. ഭോജനം ഭോജനേ ഭോജനാനി, വനം വനേ വനാനി, സംബോധന പ്രഥമ ഹേ ഭോജന ഹേ ഭോജനേ ഹേ ഭോജനാനി, ഹേ വന ഹേ വനേ ഹേ വനാനി. വന എളുപ്പമുള്ള വാക്കെടുത്താൽ മതി, എന്നാൽ വേഗം പഠിച്ചോളും. ആ ഒരു വാക്ക് പഠിച്ചാൽ ആകാരാന്ത പുല്ലിംഗത്തിൽപ്പെട്ട എല്ലാ വാക്കിൻ്റെയും 7 വിഭക്തിയും പറയാൻ നിങ്ങൾക്ക് പറ്റും. അടുത്തത് ദ്വിതീയ വിഭക്തിയിൽ ഭോജനം ഭോജനേ ഭോജനാനി, അതായത് പ്രഥമയും ദ്വിതീയയും ഒരേപോലെയാണ്. നോക്ക്, ഭോജനം ഭോജനേ ഭോജനാനി, ഭോജനം ഭോജനേ ഭോജനാനി. സംബോധന പ്രഥമയാവുമ്പോൾ ഹേ എന്ന് കൂടെ ചേർക്കുന്നുണ്ട്. ഭോജനം എന്നുള്ളത് ഹേ ഭോജന എന്നായി മാറുന്നു. ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഹേ ഭോജന ഹേ ഭോജനേ ഹേ ഭോജനാനി, ഭോജനം ഭോജനേ ഭോജനാനി. തൃതീയ വിഭക്തിയിൽ ഭോജനേന ഭോജനാഭ്യം ഭോജനൈഹി, ചതുർത്ഥി വിഭക്തിയിൽ ഭോജനായ ഭോജനാഭ്യം ഭോജനേഭ്യ, അതായത് അകാരാന്ത പുല്ലിംഗം പോലെ. പഞ്ചമി വിഭക്തിയിൽ ഭോജനാത് ഭോജനാഭ്യം ഭോജനേഭ്യ, ഷഷ്ടി വിഭക്തിയിൽ ഭോജനസ്യ ഭോജനയോഹോ ഭോജനാനാം, സപ്തമി വിഭക്തിയിൽ ഭോജനേ ഭോജനയോഹോ ഭോജനേഷു. ഇതിന് ജലം എന്ന വാക്കോ വനം എന്ന വാക്കോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ 7 വിഭക്തിയും പറയാൻ പഠിക്കാം. അമരകോശം രോഗം എന്ന വാക്കിൻ്റെയാണ് ഇവിടെ പര്യായം പറയുന്നത്, സമാനപദം പറയുന്നത്. സ്ത്രീലിംഗത്തിൽ രുക്ക് എന്നും രുജ എന്നും പറയും. രുക്ക് രുജ ച ഉപതാപ രോഗവ്യാധി ഗത ആമയ. അത് വേറെ വേറെയാക്കി പറയുമ്പോൾ രുക്ക് രുജ ഉപതാപ രോഗ വ്യാധി ഗത ആമയ എന്നല്ല. പിന്നെ ശ്ലോകത്തിൻ്റെ നേരത്തെ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ആ ശ്ലോകം ഇവിടെ വന്നിട്ടുണ്ട്. പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോന കഥാചന. എല്ലാവരും കൂടി ഒന്ന് പാടുക. പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോന കഥാചന. അതിൻ്റെ അന്വയം ഇവിടെ ആശയം പറയുന്നു. പാനീയം കുടിക്കുന്ന വെള്ളം മാത്രമല്ലാത്ത പലതും കുടിക്കില്ലേ? പാലോ കാപ്പിയോ ചായയോ അങ്ങനെയൊക്കെ കുടിക്കാറില്ലേ? കഞ്ഞിയോ പായസമോ ഒക്കെ കുടിക്കാറില്ലേ? ആ പാനീയങ്ങളും അതേപോലെ ജലം, പ്രാണവായു, ജലം എന്ന് പറഞ്ഞാൽ വെള്ളം, പ്രാണവായു എന്ന് പറഞ്ഞാൽ ശുദ്ധവായു, ഭോജനം ഭക്ഷണം ശുദ്ധം ചെയ്ത് അവയെല്ലാം ശുദ്ധമാണെങ്കിൽ സ്വാസ്ഥ്യായ കൽപ്പന്തേ, ഇത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയായി തീരും. അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി പാനീയം ജലം പ്രാണവായു ഭോജനം എല്ലാം തന്നെ ശുദ്ധം ഭവേത്, ശുദ്ധമായിരിക്കണം. കഥാജന സന്ദേഹന, ഒരിക്കലും അതിനൊരു സംശയമില്ല. അടുത്തത് ശബ്ദകോശം അധികൃത്യ പുരസ്കൃത്യ, അതിനെക്കുറിച്ച് അധീതം പഠിതം പഠിച്ചത്, അനന്തരം തതഃ അതിനുശേഷം, അന്നം ഭക്ഷണം ആഹാരം, പൃച്ഛതി സ്മ ചോദിച്ചു, അഭിലഷതി ഇച്ഛതി ആഗ്രഹിക്കുന്നു, അസ്തു ഭവതു ആകട്ടെ ഭവിക്കട്ടെ, ഇദാനീം സമ്പ്രതി ഇപ്പോൾ, ഉക്തം കഥിതം പറയപ്പെട്ടത്, ഉദ്ബോധയിതും ബോധയിതും ബോധ്യപ്പെടുത്തുന്നതിന്, കിം എന്ത്, ഗച്ഛ ഗമ്യതാം നീ പോയാലും, ഗുരു ആചാര്യ ഗുരു, ജിജ്ഞാസ ജ്ഞാതുമിച്ഛ അറിയാനുള്ള ആഗ്രഹം, ജീവനം ജീവിതം, ജ്ഞാതും വിജ്ഞാതും അറിയുവാൻ വേണ്ടി, തത് അത്, തം അവനെ, ത്വം ഭവാൻ ഭവതി നീ, നിതരാം അതീവ
പഞ്ചദശ 15 പിതാ താതഹ അച്ഛൻ, പിബ പിബത നീ കുടിച്ചാലും, പുത്ര സുതഹ മകൻ, പ്രഥമം ആദ്യത്തേത്, ഭോജനം ഭക്ഷണം ഭക്ഷണം, ഭോജ്യം ഭോജനം ആഹാരം, മനഃ ചിത്തം മനസ്സ്, ലബ്ധം പ്രാപ്തം കിട്ടിയത്, വത്സ പുത്ര പുത്രൻ, വദ വദത നീ പറഞ്ഞാലും, വിന വിഹായ കൂടാതെ, വീക്ഷ്യ ദൃഷ്ട കണ്ടിട്ട്, ശുദ്ധം പരിശുദ്ധം ശുദ്ധമായത്, ക്ഷീണ ശ്രാന്ത ക്ഷീണിതൻ, സന്തുഷ്ട തുഷ്ട സന്തുഷ്ടൻ, സമാഗത സമായാത വന്നു ചേർന്നവൻ, സമീപം സകാശം അടുത്ത്, സമേത്യ പ്രാപ്യ എത്തിച്ചേർന്നിട്ട്, സമ്യക് നല്ലവണ്ണം, സർവമഖിലമെല്ലാം, സ്മരാമി സ്മരണം കരോമി ഞാൻ ഓർക്കുന്നു, അന്നം ആരോഗ്യായ ഭവതി അന്നം ആരോഗ്യത്തിന് വേണ്ടിയാണ്, ഏവം വ്യായാമഹ ക്രീഡാശ്ച വ്യായാമങ്ങളും ക്രീഡകളും എല്ലാം തന്നെ ആരോഗ്യത്തെ തരുന്നു. ഈ ചിത്രേ കഹ യേഷ മഹോദയ കഹ പാദകന്തുകക്രീഡായാം അതീവ സമർത്ഥ വിജേത അയം വിജയഃ ഭവതി. ഏഷഃ കസ്യാം ക്രീഡായാം പ്രസിദ്ധഃ ഇദ്ദേഹം ഏത് ക്രീഡയിലാണ് പ്രസിദ്ധൻ? വദതു പറയൂ. ഇത് പാദകന്തുക ക്രീഡ, പാദകന്തുകം ഫുട്ബോൾ ക്രീഡ അതിലാണ് പ്രശസ്തൻ. പിന്നെ സിനിമയിൽ അഭിനേതാവും ആയിരുന്നു. ഇനി നമുക്ക് ഈ പാഠം ഒരു തവണ കൂടി എടുക്കാം. ഇവിടെ നോക്കാം. ഏകകം 3 സ്വാസ്ഥ്യം ജീവനം. ആഹാരത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിക്കാനുള്ള സ്വാസ്ഥ്യം ലഭിക്കുകയുള്ളൂ അല്ലേ? സ്വാസ്ഥ്യത്തിന് വേണ്ടി അന്നം അത്യന്തം ഉപയുക്തമാണ്. നല്ല ആരോഗ്യത്തിന് വേണ്ടി നല്ല ഭക്ഷണവും കഴിച്ചിരിക്കണം. മനസ്സഹ ശരീരസ്യ ച ആരോഗ്യായ ഭക്ഷണം അതീവ പ്രധാനം ഭവതി. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്വാസ്ഥ്യത്തിന് ഭക്ഷണത്തിന് മഹത്തായ ഒരു സ്ഥാനമുണ്ട്. സുരഭി രുചികരം ച ഭോജന ആഹ്ലാദകരമേവ. സുരഭി നല്ല വിഭവസമൃദ്ധമായ അല്ലെങ്കിൽ സുഗന്ധമുള്ള ഭോജനം, അതേപോലെ രുചികരമായ ഭോജനം, ഇതൊക്കെ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം ജനിപ്പിക്കും. തഥാ അപ്രകാരം ശുദ്ധം പോഷക സമൃദ്ധം ച ഭോജനം ആരോഗ്യായ അനിവാര്യമേവ. അപ്രകാരം തന്നെ ശുദ്ധവും പോഷക സമൃദ്ധവുമായ ആഹാരം ആരോഗ്യത്തിന് അനിവാര്യമാണ്. വിവിധ ക്രീഡാ വ്യായാമാശ്ച ആരോഗ്യവർദ്ധകാ ഭവന്തി. പലതരം ക്രീഡകൾ, വ്യായാമങ്ങൾ ഇവയെല്ലാം തന്നെ ആരോഗ്യവർദ്ധകങ്ങൾ ആണ്. തൃതീയേ അസ്മിൻ ഏകകേ മൂന്നാമത്തെ ഈ ഏകകത്തിൽ അന്നം ആരോഗ്യായ ഹോക്കി ഇതി ദ്വൗ പാഠോസ്തഃ. അന്നം ആരോഗ്യായ എന്നും ഹോക്കി എന്നും 2 പാഠമാണ് ഉള്ളത്. സപ്തമഃ പാഠഃ അന്നം ആരോഗ്യായ. ആരോഗ്യായ അന്നം, ആരോഗ്യത്തിന് വേണ്ടി നല്ല അന്നം കഴിക്കണം. ശ്ലോകം പഠിത്വാ തസ്യ ആശയം അധികൃത്യ ചർച്ചാം കരോതു. പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോ ന കദാചന. പാനീയം സലിലം ച ഏവ പ്രാണവായു ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹ ന കദാചന. പ്രാണവായുശ്ച പ്രാണവായു ച. അപ്പോൾ നമ്മൾ പാനം ചെയ്യുന്ന ഏത് ആഹാരപദാർത്ഥങ്ങളായാലും സലിലമായാലും വെള്ളമായാലും പ്രാണവായു ആയാലും ഭോജനമായാലും അതെല്ലാം തന്നെ ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ. ഇത് ശുദ്ധമാണെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടായിത്തീരുമെന്ന് പറയുന്നു. അതിന് ഒരു സന്ദേഹവുമില്ല, ഒരു സംശയവും അതിനില്ല. ജീവിക്കുന്നതിന് വേണ്ടി അത്യന്തം അപേക്ഷിതം ഭവതി ഭോജനം. വളരെയധികം അപേക്ഷിതമായ ഒരു ഘടകമാണ് ഭോജനം. ഭോജ്യം മനഃ ശരീരയോഹോ സൗഖ്യായ സന്തോഷായ ച കൽപ്പന്തേ. ഭോജ്യം ഭക്ഷണം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി നിലകൊള്ളുന്നു. ആരോഗ്യ സംരക്ഷണേ ആഹാരസ്യ പ്രധാനം ച സ്ഥാനം അർഹതി. ആരോഗ്യ സംരക്ഷണത്തിന് ആഹാരത്തിന് പ്രഥമവും പ്രധാനവുമായൊരു സ്ഥാനം ഉണ്ട്. ഛാന്ദോഗ്യോപനിഷദഃ സ്വീകൃത ഏഷ കഥ.
ഛാന്തോഗ്യോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥ ഭോജനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്നു. ഉദ്ദാലക മഹർഷേഹേ പുത്ര ഭവതി ശ്വേതകേതു. ശ്വേതകേതു എന്ന പേരുള്ള കുട്ടി ഉദ്ദാലക മഹർഷിയുടെ പുത്രനാണ്. 12 വർഷം യാവത് ഗുരുകുലെ വിദ്യാഭ്യാസം സമാപ്യ. 12 വർഷം ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം ചെയ്ത് പിതുഃ സമീപം പ്രത്യാഗച്ഛതി, അച്ഛൻ്റെ സമീപത്തേക്ക് പ്രത്യാഗച്ഛതി, തിരിച്ചു വരികയാണ്. ദീർഘകാലാനന്തരം സമാഗതം പുത്രം വീക്ഷ്യ. കുറേ കാലങ്ങൾക്ക് ശേഷം 12 വർഷം അവിടെ പഠിക്കണം എന്നാണ് നിയമം. വീട്ടിലേക്കൊന്നും വരാനൊന്നും പാടില്ല. ദീർഘകാലം സമാഗതം പുത്രം വീക്ഷ്യ. ആ മകനെ കണ്ടിട്ട് സന്തുഷ്ട ഉദ്ദാലക കുശലപ്രശ്നാനന്തരം തമപൃച്ഛ. ഉദ്ദാലകന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം മകനോട് ചോദിച്ചു, പുര ശ്വേതകേതോഹോ ഗുരോഹോ, ഒരു ചെറിയ തെറ്റ് പറ്റി ക്ഷമിക്കണേ, പുത്ര ശ്വേതകേതോ ഗുരോഹോ സകാശാത് കിം അപഠഃ. മോനെ ശ്വേതകേതോ, ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് എന്തെല്ലാം പഠിച്ചോ? വേദാൻ തഥാ ശാസ്ത്രാണീച്ച സമ്യക് അപഠം. വേദവും ശാസ്ത്രവും പഠിച്ചു. അസ്തു, ആകട്ടെ. പുത്ര സൗമ്യ, മോനെ അന്നസ്യ പ്രാധാന്യം അധികൃത്യ പഠിതം വാ. അന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചോ? തത് അധികതയാ ജ്ഞാതുമിച്ഛാമി. അതിനെക്കുറിച്ച് കുറച്ചുകൂടി എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. പുത്രസ്യ ജിജ്ഞാസയ. പുത്രനെ അറിയാനുള്ള ആഗ്രഹം കണ്ടിട്ട് ജിജ്ഞാസ, ജ്ഞാതുമിച്ഛ, അറിയാനുള്ള ആഗ്രഹം. ഉദ്ദാലക തം ബോധയിതും അഭിലഷതി. അവനെ ഒന്നുകൂടി ബോധം ഉണ്ടാക്കാൻ വേണ്ടി, ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പുത്രഗച്ഛ, മോനെ നീ ഇപ്പോൾ പോകൂ. 15 ദിനാനി യാവത്. 15 ദിവസം. നിരാഹാരോ ഭവ, നിരാഹാരനായിരിക്കണം. യഥേഷ്ടം ജലം പിബ, വെള്ളം കുടിച്ചോളൂ, വേണ്ട പോലെ വെള്ളം കുടിച്ചോളൂ. താത ഏവമസ്തു, അച്ഛൻ പറഞ്ഞ പോലെ. ഏവമസ്തു, അങ്ങനെ ആയിക്കോട്ടെ. 15 ദിനാനി ഉപവാസം കൃത്വ ക്ഷീണ ശേതകേതു പിതുഃ സമീപം പ്രത്യാഗച്ഛതി. 15 ദിവസം ഉപവാസം കഴിഞ്ഞിട്ട് ക്ഷീണിതനായ ശ്വേതകേതു അച്ഛൻ്റെ സമീപം വന്നു. താത അഹമാഗത. അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ വന്നിട്ടുണ്ട്. വത്സ ഗുരോഹോ കിം അധീതം. വത്സ മോനെ, ഗുരുവിൽ നിന്ന് നീ എന്തു പഠിച്ചോ? അത് പറയൂ. ഭോ പിതഃ, അല്ലയോ അച്ഛാ, അഹം നിതരാ ശ്രാന്ത. എനിക്ക് വല്ലാത്തൊരു ക്ഷീണ. പഠിതം സർവന്ന സ്മരാമി. പഠിച്ചതൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ഏവം ചെയ്ത് ഇതാനും ഗച്ഛ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നീ പോകൂ. അന്നം ഭുങ്ക്ത്വ വിശ്രമം കുരു. ഭക്ഷണം കഴിക്കൂ, അല്പം വിശ്രമിക്കൂ. പുത്ര അധുന പഠിതം സർവം കുട്ടി വീണ്ടും വരികയാണ്. ഒരു വരി ഇവിടെ വിട്ടുപോയി. ഭോജനസ്യ വിശ്രമസ്യ ചാനന്തരം. ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് അവൻ പിതരം സമേത്യ, അച്ഛനെ സമീപിച്ചിട്ട് ശ്വേതകേതു പഠിതം സർവം വദതി. പഠിച്ചതെല്ലാം പറയുകയാണ്. പുത്ര അധുന പഠിതം സർവം കഥം സ്മരസി. ഇപ്പോൾ നിനക്ക് എങ്ങനെയാണ് ആ പഠിച്ചതെല്ലാം ഓർമ്മ വന്നത്? ഭോജനാനന്തരം മേ ആരോഗ്യലബ്ധം. ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്കൊരു ഉണർവുണ്ടായി, ആരോഗ്യമുണ്ടായി. തഥാ സർവം സ്മരാമി. ഇപ്പോൾ എനിക്ക് എല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ട്. വത്സ ത്വയാ ഉക്തം സത്യമേവ. സത്യം ഏവ. നീ പറഞ്ഞത് വളരെ സത്യമാണ്. എന്നാൽ പറയപ്പെട്ടത് വളരെ സത്യമാണ്, അല്ലെങ്കിൽ നീ പറഞ്ഞത് വളരെ സത്യമാണ്. അന്നം വിന, അന്നമില്ലെങ്കിൽ ശരീരസ്യ നാശഃ ഭവതി. ശരീരം നശിക്കും. ശരീരെ മനസ്സി ച ക്ഷീണോ ബുദ്ധി ന പ്രവർത്തതേ. ശരീരെ മനസ്സി ച ക്ഷീണഃ. ശരീരത്തിലും മനസ്സിലും ക്ഷീണം വന്നാൽ, ശരീരം ക്ഷീണിച്ചാൽ മനസ്സും ക്ഷീണിച്ചു. അങ്ങനെ വരുമ്പോൾ ബുദ്ധി ന പ്രവർത്തതേ, ബുദ്ധി പ്രവർത്തിക്കുകയില്ല. പിതഃ അന്നം ആരോഗ്യായ അനിവാര്യം. കുട്ടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അന്നം ആരോഗ്യത്തിന് അനിവാര്യമാണ്. ഇത് സമ്യക് അവഗതം. ഇത് ഞാൻ വളരെ കൃത്യമായി മനസ്സിലാക്കി. പദച്ഛേദം. പ്രധാനം ച പ്രധാനം മതിയം ച പ്രത്യാഗച്ഛതി പ്രതി ആഗച്ഛതി സത്യമേവ സത്യമേവ ഏവമസ്തു ഏവം അസ്തു. വിഗ്രഹം ആരോഗ്യ സംരക്ഷണേ. ആരോഗ്യസ്യ സംരക്ഷണം ആരോഗ്യ സംരക്ഷണം. തസ്മിൻ ഭോജനാനന്തരം ഭോജനസ്യ അനന്തരം ഭോജനാനന്തരം വിവിധാനി ഭക്ഷണാനി അധികൃത്യ ചർച്ചാം കരോതു. സൂചന. പോഷകസമൃദ്ധം, ഭക്ഷണവൈവിധ്യം, ഹിതം മിതം ച, ഭക്ഷണശുചിത്വം, ഭക്ഷണശീലം. ഇപ്പോൾ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കണം, വിവിധങ്ങളായ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കാം, അത് ഹിതവും മിതവുമായിരിക്കണം,
ഭക്ഷണത്തിന് ഉണ്ടാക്കുന്നിടത്തും ഭക്ഷിക്കുന്നിടത്തും എല്ലാം തന്നെ വളരെ ശുചിത്വം പാലിക്കണം. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നോക്കുണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കരുത്. അത് മറ്റു പലർക്കും കൊടുത്തിട്ട് കഴിക്കുക. അതും നല്ലതാണ്. ശബ്ദകോശം പഠിത്തോ നൂതന പദാന അർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു. ശബ്ദകോശം വായിക്കുക, ടിപ്പണി പുസ്തകത്തിൽ അർത്ഥം എഴുതി വയ്ക്കുക. ഭോജനം ആരോഗ്യായ ഇത് വിഷയം അധികൃത്യ ലഘു ടിപ്പണിയും ലിഖതു. അതിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ജീവനെ ഭോജനം ആരോഗ്യ സംരക്ഷണേ ശരീരസ്യ. ജീവനെ ഭോജനം അത്യന്തം അപേക്ഷിതം ഭവതി. ആരോഗ്യസംരക്ഷണേ ച തഥാ എവ ഭോജനം ആവശ്യകമേവ. ശരീരസ്യ വിവിധ പ്രവർത്തനാനി ശുദ്ധ ആഹാരേണ ഏവ ലഭതേ. അങ്ങനെ പലതും എഴുതാം പറ്റും പോലെ. നിങ്ങൾ 5-ലല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് എഴുതിയാലും മനസ്സിലാക്കിയാലും മതി. പാഠഭാഗം പഠിത്തോ സംഭാഷണം കഥായം അവതാരയതോ. ആ പാഠം പഠിച്ചിട്ട് ഉദ്ദാലകനും ഛേദഗീതവും തമ്മിലുള്ള സംഭാഷണം കഥ സംഭാഷണ രൂപത്തിൽ ആക്കണം. പാഠം പഠിത്വ ലോട്ട് രൂപാണി. ലട്ടിൽ ഗച്ഛസി, ലോട്ടിൽ ഗച്ഛ. അതേപോലെ സി എന്നതിൽ അവസാനിക്കുന്ന മധ്യമപുരുഷൻ്റെ ഏകവചനം എടുക്കുക. പടസി, പഠ. പടസി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു, പഠ എന്ന് പറഞ്ഞാൽ പഠിക്കൂ. ഗച്ഛസി പോകുന്നു, അതവിടെ പറഞ്ഞല്ലോ. നമസി നമിക്കുന്നു, നമിക്കൂ. വദസി പറയുന്നു, നീ പറയുന്നു എന്നാണ് കേട്ടോ. വദ പറയൂ. ലിഖസി എഴുതുന്നു, ലിഖ എഴുതൂ. പിന്നെ ഭക്ഷണശീലത്തെക്കുറിച്ച് പഠിച്ചു. ലഘു ടിപ്പണി എഴുതി, നൂതന ശബ്ദങ്ങൾ എഴുതി, പാഠം സംഭാഷണ രൂപത്തിലാക്കി. ലട്ട് ലോട്ട് രൂപങ്ങൾ പഠിച്ചു. അനുബന്ധം ലോട്ട് രൂപം വതി ധാതു, വധു ധാതു ലോട്ട്. വദതു വദദാത് വദദാം വദന്തു, വദ വദദാത് വദദം വദദ, വദാനി വദാവ വദാമ. വദാനി, വദാനി എന്ന് പറഞ്ഞാൽ പറയും. ഞാൻ പറയും, ഞാൻ പറയുന്നു. വദതു വദദാത് വദദാം വദന്തു പ്രഥമപുരുഷൻ. വദ വദദാത് വദദം വദദ മധ്യമപുരുഷൻ. വദാനി, ഞാൻ പറയട്ടെ, പറയുമോ, പറയണം, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ്. വദസി, വദാവ, വദാമ. പിന്നെ വനശബ്ദം പോലെ ഭോജന ശബ്ദം. പിന്നെ പര്യായം സ്ത്രീ രുഗ്രുജ ച ഉപതാപ രോഗവ്യാധി ഗത ആമയ. അത് വേറെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. രുഗ്രുജ ഉപതാപ രോഗവ്യാധി ഗത ആമയ. പിന്നെ ശ്ലോകം പാനീയം സലിലം ചൈവ പ്രാണവായുശ്ച ഭോജനം ശുദ്ധം സ്വാസ്ഥ്യായ കൽപ്പന്തേ സന്ദേഹോന കഥാജന. അതിൻ്റെ ആശയം പാനീയം ജലം പ്രാണവായു ഭോജനം ച ശുദ്ധം ചെയ്ത് ഇവയെല്ലാം ശുദ്ധമാണെങ്കിൽ സ്വാസ്ഥ്യായ കൽപ്പന്തേ അതുകൊണ്ട് ആരോഗ്യമുണ്ടാകും. കഥാജന ന സന്ദേഹ ഒരിക്കലും അതിന് സന്ദേഹം ഇല്ല. ഇനി അമരകോശമാണ്. അമരകോശമല്ല, ശബ്ദകോശം. ധാരാളം വാക്കുകൾ, അവയുടെ അർത്ഥങ്ങൾ എല്ലാം ഒരു തവണ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ IM വിജയൻ ഫുട്ബോളിൽ മികച്ച കളിക്കാരൻ ആണ്. പിന്നെ അദ്ദേഹത്തിന് പല സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു സിനിമ അഭിനേതാവ് കൂടി ആണ്. ശാന്തം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കയറി വന്നത് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഭാവുകങ്ങൾ നേരുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഏഷ മഹോദയ കഹ? ഏഷ മഹോദയ പാദകന്തുക ക്രീഡായാം നിപുണഃ IM വിജയഃ. ഏഷ കസ്യാം ക്രീഡായാം പ്രസിദ്ധഃ? വദതു. സഹ പാദകന്തുക ക്രീഡായാം പ്രസിദ്ധഃ. നമുക്കിവിടെ പാഠം കഴിഞ്ഞു. ഇനി എത്രയും നല്ലൊരു പാഠമാണ്. പല നല്ല കാര്യങ്ങളും ഇതിൽ പഠിക്കാനുണ്ട്. സാവധാനം പഠിച്ചാൽ മതി. അത് പിന്നെ പഠിച്ച കാര്യങ്ങളുടെ ആവർത്തനമാണ് നമുക്ക് കുറേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം നല്ലവണ്ണം പഠിക്കുക, മനസ്സിലാക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്തേ.